സ്നേഹ കൂടി നമുക്ക് ഒപ്പമുണ്ട്. സ്നേഹ, എന്താണ് പ്രശ്നം? എന്താണ്, ആരാണ് അവിടെ കുടുങ്ങി കിടക്കുന്നത്? അവിടെ എല്ലാരും ഉണ്ട്. അച്ഛൻ, അമ്മ, അച്ഛന്റെ 2 ഏട്ടന്മാര്, അവരുടെ വൈഫ്, പിന്നെ എന്റെ ബ്രദർ, എല്ലാവരും ഉണ്ട്. മുണ്ടക്കൈയാണോ? മുണ്ടക്കൈ അല്ല, ചൂരൽമല സ്കൂളിന്റെ അടുത്താണ് വീട്. ചൂരൽമല സ്കൂളിന്റെ അടുത്താണ് വീട്. ഓക്കെ. ഈ നമ്മൾ അവരെ ഈ അപകടത്തിന് ശേഷം വിളിച്ചിരുന്നോ? വിളിക്കുന്നുണ്ട്, പക്ഷെ എല്ലാവരുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. തീർച്ചയായിട്ടും. ഇന്നലെ രാത്രി വിളിച്ചപ്പോഴും പറഞ്ഞു കറണ്ട് ഇല്ല, 2 ദിവസമായിട്ട് ചാർജ് ഇല്ല ഫോണുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണോ കാരണം എന്നറിയില്ല. അപ്പം ഈ നമ്മൾ രാത്രി എപ്പോഴാണ് വിളിച്ചത്? അവസാനമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴാണ്? ഒരു 10-10:30 ആയിട്ടുണ്ടാവും. ഓക്കെ. അതിനുശേഷമാണ് അവിടെ ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. അപ്പം പിന്നീട് അയൽവാസികളെയൊക്കെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു? അങ്ങനെ വിവരങ്ങളൊന്നും എല്ലാവരും ഞാൻ വിളിക്കുന്നുണ്ട്, പക്ഷെ ആരുടെയും ഫോണിലേക്ക് പോകുന്നില്ല. ആരാ അവിടുത്തെ കുടുംബനാഥന്റെ പേരെന്താണ്? ബാലചന്ദ്രൻ. തീർച്ചയായിട്ടും ഞങ്ങൾ ഇത് അധികൃതർ ശ്രദ്ധപ്പെടുത്താം. വീട്ടുപേര് കൂടി ഒന്ന് പറയാമോ? കൃഷ്ണനിവാസിൽ ബാലചന്ദ്രൻ. തീർച്ചയായിട്ടും അവരുടെ കാണാതിരിക്കും. ഞങ്ങൾ ഇത് അധികൃതർ ശ്രദ്ധയിൽ ഈ പേര് കൂടി ഒന്ന് പെടുത്താം. തീർച്ചയായിട്ടും എന്തായാലും ധൈര്യമായിരിക്കും, അവർ സുരക്ഷിതരാവും നമുക്ക് കരുതാം കേട്ടോ. യെസ്, എന്തായാലും ജസീന കൂടി നമുക്ക് ചേരുന്നു. ജസീനയുടെ ബന്ധുക്കൾ അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടോ? ജസീന കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ജസീന യെസ് മുഫീന കൂടി നമുക്കൊപ്പം ചേരുന്നു. മുഫീന താമസിക്കുന്ന എവിടെയാണ്? മുഫീന കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മുഫീന. അതെ സാർ, ഹലോ. മുഫീന എവിടുന്നാണ് വിളിക്കുന്നത്? ഞാൻ പിണങ്ങോട്. വയനാട്ടിലാണോ? അതെ, വയനാട്ടിലാണ്. ഈ അപകടം ഉണ്ടായതിന്റെ സമീപത്താണോ? കുറച്ചടുത്താണ്. എന്റെ സിസ്റ്റർ ആണ് ചൂരൽമല ഉള്ളത്. ചൂരൽമലയുള്ളത് സിസ്റ്ററാണ്. സിസ്റ്ററെ വിളിച്ചിട്ട് കിട്ടുന്നുണ്ടോ ഫോണിൽ? ഇല്ല, കിട്ടുന്നില്ല. ഇല്ല, അപകടത്തിൽ പെട്ടോ എന്ന് സംശയമുണ്ട്. ഓക്കെ. അപ്പം എപ്പോഴാണ് നമ്മൾ അവസാനം വിളിച്ചത്? ഇന്നലെ രാത്രി വിളിച്ചു. ഓക്കെ. സിസ്റ്ററുടെ പേരെന്താണ്? നസീറ അല്ലേ? ഓക്കെ. വീട്ടിൽ എത്ര പേരുണ്ട്? അവിടെ 6 പേരായിരുന്നുള്ളത്. അവര് 6 പേരുണ്ട് വീട്ടിൽ അല്ലേ? ഓക്കെ. പിന്നെ രാവിലെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലേ? ശരി. തീർച്ചയായും നസീറയെ കാണുന്നില്ല എന്നുള്ള ആശങ്ക ഞങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കാം. അധികൃതർക്ക് ഞങ്ങൾ ഈ ലിസ്റ്റ് കൈമാറും, ഈ പേര് കൈമാറും കേട്ടോ. ധൈര്യമായിരിക്കും, അവർ സുരക്ഷിതരായിരിക്കും നമുക്ക് കരുതാം. എന്തായാലും ആശങ്കയോടെ വിളിക്കുന്ന നിരവധി പേരുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ആശങ്ക സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ബന്ധുക്കളെ കാണുന്നില്ല എന്ന വിളിയുള്ളത്. ഇന്നലെ വൈകിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഫോണിൽ സംസാരിച്ചവരാണ്. ഇന്നലെ രാത്രി വൈകിയും സംസാരിക്കുമ്പോൾ അപകട ഭീഷണിയുണ്ട് എന്ന കാര്യം പങ്കുവെച്ചവരാണ്. പക്ഷേ രാവിലെ ഈ ദുരന്ത വാർത്ത അറിഞ്ഞ് വിളിക്കുമ്പോൾ അവരെക്കുറിച്ച് വിവരമില്ല എന്നതാണ്. ഒരുപക്ഷെ അവരൊക്കെ സുരക്ഷിതരാവാം, നമുക്ക് അങ്ങനെ കരുതാം. നമുക്ക് അവിടുത്തെ ആ മേഖല സംബന്ധിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട്. ആശങ്കപ്പെട്ട് വിളിക്കുന്നവരുടെ എല്ലാം അവർക്ക് ആ പേരുകൾ ഞങ്ങളും അധികൃതർക്ക് കൈമാറുകയാണ്. ഈ സമയത്ത് ഒരു മാധ്യമ ദൗത്യം ഞങ്ങളും ഏറ്റെടുക്കുകയാണ്. കാരണം നമുക്ക് ചെയ്യാൻ കഴിയുന്ന കൈത്താങ്ങ് ആ വഴിയിൽ അധികൃതർക്ക് ഞങ്ങൾ കൈമാറും. എന്തായാലും വയനാട് ജില്ലാ നേതൃത്വത്തിനും ജില്ലാ അധികൃതർക്കും ജില്ലാ ഭരണകൂടത്തിനും ഒപ്പം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രക്ഷാപ്രവർത്തന കൺട്രോൾ റൂമിനും ഈ വിവരങ്ങൾ ഞങ്ങൾ കൈമാറുകയാണ്. കാരണം ഇത് സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാവട്ടെ. ആശങ്കയുമായി വിളിക്കുന്നവരുടെ ആ വിളികൾക്ക് ആശ്വാസവാക്കുകൾ തീർച്ചയായും നമുക്കും നൽകാം. സഹായഹസ്തവുമായി മുന്നോട്ട് വരുന്ന നിരവധി പേരുണ്ട്. ഇപ്പോൾ സഹായഹസ്തം ആവശ്യപ്പെടുന്നവർ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക. സഹായഹസ്തം മുന്നോട്ട് വയ്ക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരും കൂട്ടത്തോടെ അവിടെ എത്തരുത്. രക്ഷാപ്രവർത്തന രംഗത്ത്, രക്ഷാദൗത്യ രംഗത്ത് നമ്മൾ പാലിക്കേണ്ടത് അധികൃതരുടെ നിർദ്ദേശമാണ്. കാരണം ഒരു ആക്ഷൻ പ്ലാനുമായിട്ട് ഈ രക്ഷാപ്രവർത്തനം ദൗത്യസംഘം മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ആ ദൗത്യത്തിന് തടസ്സപ്പെടുത്തുന്ന ഒന്നും അവിടെ ഉണ്ടാവുക. നമുക്ക് അറിയേണ്ടത്, നമുക്ക് ആശങ്കയുള്ളത് ഇപ്പോൾ മുണ്ടക്കൈ എന്ന പ്രദേശമാണ്. അവിടെ പുഴയ്ക്ക് അക്കരെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന നിരവധി ആളുകളുണ്ട്. എന്താണ് അവിടുത്തെ അവസ്ഥയെന്ന് ചിലർക്കില്ലെങ്കിലും ഫോണിൽ വിളിക്കുമ്പോൾ കിട്ടുന്ന വിവരം മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത്. പക്ഷേ ഭീതിതമാണ് അവിടുത്തെ സാഹചര്യം, തർക്കമില്ല. കാരണം മുന്നിൽ കാണുന്ന മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുന്ന സാഹചര്യം, ഉറ്റവരെയും
ഉടയവരെയും ഒന്നും കാണാതെ നിലവിളിക്കുന്ന നിരവധി ആളുകൾ. ഇങ്ങനെ ആശങ്കയുടെ ഫോൺ വിളികളും നിലവിളികളുമാണ് അവിടെ നിന്നും ഉയരുന്നത്. അത് നമുക്കതിന് പരിഹാരമുണ്ടാവണം, അതിന് ഇടപെടൽ ഉണ്ടാവണം. അവിടെയാണ് ആവശ്യം. ഇവിടെ 2 കാര്യങ്ങളാണ് വേഗത്തിൽ വേണ്ടത്. ഒന്ന്, സൈന്യത്തിൻ്റെ ഗ്രൂപ്പ് എത്രയും വേഗം അവിടേക്ക് എത്തിച്ചേരട്ടെ. അവരെത്തിച്ചേരുമ്പോൾ അവിടെ ഇടപെടൽ വേഗത്തിലുണ്ടാവും. ഹെലികോപ്റ്റർ വഴിയുമുള്ള ആ ഇടപെടൽ വഴി അവിടുന്ന് രക്ഷാപ്രവർത്തനം പാലക്കാട് നിന്ന് ഷെനീന കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷെനീന്റെ ബന്ധുക്കൾ അവിടെ കുടുങ്ങിപ്പോയോ? അതെ അതെ, എന്റെ അമ്മായിന്റെ ഫാമിലി മൊത്തം 3 ഫാമിലി ഉണ്ട്. അവര് സ്ഥലം എവിടെയാണ്? അവിടെ ചൂരൽമലയിൽ തന്നെയാണ് അല്ലെ? എപ്പോഴാണ് ഫോണിൽ അവരെ ബന്ധപ്പെടാൻ പറ്റിയ അവസാനം? ഉച്ചയ്ക്ക് വിളിച്ചിരുന്നു. അവര് വീഡിയോ ഒക്കെ അയച്ചപ്പോ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ടപ്പോ ഞങ്ങൾ എല്ലായിടത്തും മാറി താമസിക്കാൻ പറഞ്ഞതാണ്. അപ്പൊ വലിയ കുഴപ്പമില്ലാന്നാണ് ആ നേരം വരെ പറഞ്ഞത്. പിന്നെ ഉച്ചയ്ക്ക് രാത്രി 10 മണിക്ക് ശേഷം അവരെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. രാത്രി 10 മണിക്ക് ശേഷം കോൺടാക്ട് ചെയ്യാൻ. അപ്പോൾ അവർ വിളിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അപകടാവസ്ഥ ഉണ്ടെന്നല്ലേ? അപകടാവസ്ഥ വീഡിയോ എടുത്ത് ലൈവ് നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹസ്ബൻഡിന്റെ ഫാമിലിയാണ്. അപ്പൊ അവര് മൊത്തം പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും മാറി താമസിക്കുകയും 3 പേരും എല്ലാം മേലെ പോയി താമസിക്കാനാ പറഞ്ഞത്. പക്ഷെ 3 വീടേ അവിടെ ഇല്ലാതായിരിക്കും. ഇവരും മാറി താമസിച്ചിരുന്നോ അതോ അവിടെ തന്നെ താമസിക്കുകയാണോ? ഇത് ഇല്ല, അവിടുന്ന് ആ പുഴയുടെ അടുത്തുനിന്ന് അവര് സ്കൂളിലേക്ക് മാറ്റി പറഞ്ഞു. ശരി, ഓക്കെ, സ്കൂളിലേക്ക് മാറ്റി. അപ്പോൾ ഒരുപക്ഷെ അവർ സുരക്ഷിതരാകും. സ്കൂളിലുള്ളവരെല്ലാം സുരക്ഷിതരെന്നാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ഫോണിൽ അവരെ ബന്ധപ്പെടാൻ അതായത് അവര് അഫ്സല് ഭാര്യ ഗർഭിണിയാണ്. പേരെന്താണ്? ഒരു കുടുംബനാഥന്റെ പേര് പറയാമോ? അഫ്സലുണ്ട്, പിന്നെ മുനീർ, ഷമീർ. യെസ്, നമ്മളിത് കൈമാറാം. ചൂരൽമല അല്ലേ? നമുക്ക് അധികൃതർക്ക് ഈ പേര് ഞങ്ങൾ കൈമാറാം. അവർ സുരക്ഷിതരെന്ന് കരുതാം. നമുക്ക് എന്തായാലും ആ കണക്ക് നമുക്ക് അങ്ങനെ സൂക്ഷിക്കാം. എന്തായാലും ധൈര്യമായിരിക്കും, സുരക്ഷിതരായിരിക്കും അവർ. ഇത്തരം ആശങ്കയോടെയുള്ള ഫോൺ വിളികൾ നിരവധിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവർക്ക് പരിഹാരം കാണണം. ഈ ആശങ്കകളുണ്ട്. വയനാടിൻ്റെ കണ്ണീര് നമുക്ക് തോർന്നേ മതിയാവൂ. ദേശീയ തലത്തിലുള്ള ഇടപെടൽ ഉണ്ടാവുകയാണ്. 2 പ്രധാനപ്പെട്ട ഘട്ടങ്ങളാണ്. ഒന്ന്, സൈന്യത്തിൻ്റെ വേഗത്തിലുള്ള ഇടപെടൽ. ഹെലികോപ്റ്റർ വഴി ധൈന്യം മുണ്ടകൈ പുഴയ്ക്കക്കരെ ഇറങ്ങണം. പുഴയ്ക്കക്കരെ ഇറങ്ങിയാൽ ശേഷം മാത്രമേ ആ ദൗത്യത്തിൻ്റെ യഥാർത്ഥ ചിത്രം, അവിടുത്തെ ദുരന്തത്തിൻ്റെ യഥാർത്ഥ ചിത്രം നമുക്കറിയാൻ കഴിയൂ എന്നതാണ് അവസ്ഥ. അത് നമുക്ക് തിരിച്ചറിയണം. അത് നമുക്ക് വേഗത്തിൽ അത്തരം നടപടികൾ ഉണ്ടാവട്ടെ എന്നുകൂടി നമുക്ക് കരുതാം. 2, അവിടെ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിങ് അങ്ങേക്കുള്ള യാത്രയിലാണ്. അങ്ങനെയെങ്കിൽ അവർ സാധ്യമാക്കുന്ന ആ താൽക്കാലിക പാലം വഴിയാണ് നമ്മുടെ അടുത്ത ഘട്ട രക്ഷാപ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. അതും നമുക്ക് ഇടപെടേണ്ടതുണ്ട്. ചൂരൽമലയിൽ പ്രത്യേക കൺട്രോൾ റൂം തുറന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. മേപ്പാടി മുണ്ടക്കൈ പ്രകൃതി ദുരന്തത്തോടനുബന്ധിച്ച് ചൂരൽമലയിൽ താലൂക്ക് തല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടി കളക്ടർ, തഹസിൽദാർ, കൽപ്പറ്റ ജോയിന്റ് BDO ഓഫീസർ ഇതെല്ലാം സജ്ജമായ ഒരു സംവിധാനമായി അത് മാറുകയാണ്. ഒപ്പം നമുക്ക് ഇതുമായി കൺട്രോൾ റൂമിലേക്ക് ആളുകൾക്ക് വിളിച്ചും നേരിട്ട് ആശങ്കകൾ പങ്കുവയ്ക്കാം. ബന്ധുക്കളുടെ വിവരങ്ങൾ കൈമാറാം. അത് സംബന്ധിച്ചൊരു വ്യക്തത വേഗത്തിൽ അവിടെ നിന്നുകൂടി അവർ കൈമാറുന്നതാണ്. എന്തായാലും ഞങ്ങൾക്ക് ലഭ്യമാവുന്ന ഈ വിവരങ്ങൾ കൂടി ഞങ്ങൾ കൺട്രോൾ റൂമിന് കൈമാറുകയാണ്.